കൊൽക്കത്തയിൽ നിയമവിദ്യാർത്ഥിനി കോളേജ് ക്യാമ്പസിൽ കൂട്ടബലാത്സംഗത്തിനിരയായി. കോളേജ് വിദ്യാർത്ഥികളടക്കം 3 പേർ അറസ്റ്റിലായിട്ടുണ്ട്. വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിനാണ് ബലാത്സംഗമെന്നാണ് പോലീസ് പറയുന്ന വിവരം. സംഭവത്തിൽ മമതാ സർക്കാരിനെ വിമർശിച്ച് BJP രംഗത്തെത്തി. മുഖ്യപ്രതി തൃണമൂൽ വിദ്യാർത്ഥി നേതാവാണെന്നാണ് BJPയുടെ ആരോപണം. ഈ മാസം 25-ന് രാത്രിയിലായിരുന്നു അതിക്രമം. ഗാർഡ് റൂമിൽ ബലാത്സംഗത്തിനിരയായതായാണ് പെൺകുട്ടിയുടെ പരാതി. പ്രതികളായ മനോജ് മിശ്ര, സായിബ് അഹമ്മദ്, പ്രമിത് മുഖോപാധ്യായ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിൽ 2 പേർ കോളേജിലെ വിദ്യാർത്ഥികളും ഒരാൾ പൂർവ്വ വിദ്യാർത്ഥിയുമാണ്. വിവാഹാഭ്യർത്ഥന നിരസിച്ചതാണ് ബലാത്സംഗത്തിലേക്ക് എത്തിച്ചതെന്നാണ് വിവരം. അലിപ്പൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 4 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പെൺകുട്ടിക്ക് ആവശ്യമായ മാനസിക പിന്തുണയും മെഡിക്കൽ സഹായവും ഉറപ്പുവരുത്തണമെന്ന് വനിതാ കമ്മീഷൻ നിർദ്ദേശിച്ചു. പോലീസ് 3 ദിവസത്തിനകം വിശദമായ റിപ്പോർട്ട് നൽകണം. പ്രതികളിൽ ഒരാൾ തൃണമൂൽ കോൺഗ്രസ് വിദ്യാർത്ഥി സംഘടനയുടെ അംഗമാണെന്നും മമതാ ബാനർജിയുടെ ഭരണത്തിന് കീഴിൽ പശ്ചിമബംഗാൾ സ്ത്രീകൾക്ക് ദുസ്വപ്നമായി മാറിയെന്നും BJP IT സെൽ കൺവീനർ അമിത് മാളവ്യ ആരോപിച്ചു. ബംഗാളിൽ നിയമവാഴ്ചയില്ലാതായെന്ന് BJP ദേശീയ വക്താവ് പ്രദീപ് ഭണ്ഡാരിയും വിമർശിച്ചു. 24 ഡൽഹി.